അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വേദിയിലെ ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ പുരോഗമനമെന്ന പുതിയ കാലത്ത് ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ആകേണ്ടത് എന്ന ചില ഭംഗിവാക്കുകളിൽ, വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥി സമൂഹത്തിനിടയിലും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ തനി മുഖമാണ്, യഥാർത്ഥ മുഖമാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഗൗരവമുള്ള ഇതിൻ്റെ മറ്റൊരു തലമുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ ആ ഒരു ഏരിയ കൂടി സൂചിപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് പാശ്ചാത്യൻ ലോകത്ത് ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഈ ആശയങ്ങൾ, ഈ ചിന്താധാരകൾ അത് കേരളത്തിലേക്ക് എത്തി. കേരളത്തിൽ അതിൻ്റെ പ്രചാരകരുണ്ട്. അവരെന്തൊക്കെയാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത്, എത്ര വൃത്തിഹീനമായ ആശയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിലേക്ക് വ്യക്തമായ ചിത്രം നൽകുന്ന ചില ക്ലിപ്പിങ്സിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഞാൻ പറയുന്നത്, സുഹൃത്തുക്കളെ, ഇതാരോ പറയുന്ന, എവിടെയോ കേൾക്കുന്ന, എങ്ങാണ്ടെല്ലാമൊക്കെയോ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാശയമല്ല. ഇത് നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ചെറുതും വലുതുമായ തലങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ മുമ്പൊന്നുമില്ലാത്ത അത്രയധികം സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുള്ള ഭ്രമം നമ്മുടെ കുട്ടികൾക്ക് എവിടെ നിന്ന് ഉണ്ടായി? വേഷവിധാനങ്ങളിൽ, ഇസ്ലാമികേതര വേഷവിധാനങ്ങളിലേക്ക് ചാടിപ്പോകുന്ന, മാറിപ്പോകുന്ന, അതിനെ വാരിപ്പുണരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ എങ്ങനെയാണ് മാറിപ്പോയത്? സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന അകലം കുറഞ്ഞു 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 വരുന്നത് ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ ഒരു സഹോദരനും സഹോദരിയും പെരുമാറുന്നത് പോലെ, ഒരു ഭാര്യയും ഭർത്താവും പെരുമാറുന്നത് പോലെ, പരസ്പരം കൈകൊടുക്കാനും കെട്ടിപ്പിടിക്കാനും മടിയിലിരിക്കാനും ഒരു മടിയുമില്ലാത്തൊരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ യുവതല മാറിയതിൻ്റെ പിന്നിലെ കാരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ് സ്റ്റാൻഡിൽ കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ ആ ഒരു രീതിയെ സംബന്ധിച്ച ആളുകൾക്ക് എതിരഭിപ്രായം ഉണ്ടായപ്പോൾ അതിലവർ ബസ് സ്റ്റാൻഡുകളിലെ ഇരിപ്പിടങ്ങൾ വേറെ രൂപത്തിൽ ക്രമീകരിച്ചപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ മടിയിലിരുന്ന് പ്രതിഷേധിച്ചു. മലപ്പുറം ജില്ലയിലെ അറിയപ്പെട്ട ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒരു സയൻസ് അധ്യാപകൻ, ഒരു ഫിസിക്സ് അധ്യാപകൻ എന്നോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ ക്ലാസ്സിൽ മാത്രമാണ്, എൻ്റെ കോളേജിലെ ചില ക്ലാസ്സുകളിലെ കുട്ടികൾ ആൺകുട്ടികളുടെ സ്ഥാനത്ത് ആൺകുട്ടികളും പെൺകുട്ടികളുടെ സ്ഥാനത്ത് പെൺകുട്ടികളും ഇരിക്കുന്നത്. അല്ലാത്ത പീരീഡിലെല്ലാം അവർ ഇടകലർന്നാണ് ഇരിക്കാറുള്ളത്. ആൺകുട്ടികളുടെ ബെഞ്ചിൽ അവരുടെ കൂടെ പെൺകുട്ടികൾ ഉണ്ടാകും, പെൺകുട്ടികളുടെ കൂടെ ആൺകുട്ടികൾ ഇരിക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഈ സമീപനത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഞാൻ ഇതിനോട് ശക്തമായി വിയോജിക്കുന്നു. അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലുന്ന സമയങ്ങളിൽ കുട്ടികൾ മാറിയിരിക്കും. അഥവാ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ, നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവർ നിരന്തരമായി ഇടപഴകുന്ന അവരുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കിടയിലും ഈ ലിബറൽ ആശയങ്ങൾ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പറയാറുള്ള ചില ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ വൈവാഹിക വേദികൾ. ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു ചെന്നാൽ ഒരു മുസ്ലിം വീട്ടിലെ കല്യാണം എങ്ങനെയായിരുന്നു? ഇതുപോലൊരു മറയുണ്ടാകും ആണിനും പെണ്ണിനുമിടയിൽ.
പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഭക്ഷണത്തിനുള്ള വിവിധ വേറെ വേറെ ഏരിയകളാണ് ഉണ്ടായിരുന്നത്. ഇന്നത് മാറിക്കഴിഞ്ഞു. മഹറമല്ലാത്ത ഏതോ ഒരുത്തൻ തൻ്റെ അടുത്ത് വന്നിരുന്നാൽ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മുടെ മനസ്സതിനോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. മഹറമല്ലാത്ത ഏതോ ഒരുത്തൻ്റെ കൂടെ തൻ്റെ മകളോ സഹോദരിയോ ഭാര്യയോ അടുത്ത ചെയറിൽ തൊട്ടുരുമ്മിയിരുന്നാലും പുതിയ കാലത്ത് ഇത് ശരിയല്ലെന്ന് ഞാൻ പറയരുത്. ഞാനൊരു പഴഞ്ചനായി പോകും, ഞാനൊരു 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവനായി പോകുമെന്ന ഒരു അപകർഷതാബോധം വേട്ടയാടുന്നത് ഈ ലിബറലിസത്തിന്റെ സ്വാധീനം നമ്മുടെ വീടകങ്ങളിലേക്ക് എത്തിയത് കൊണ്ടാണ്, നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയത് കൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ വിവാഹത്തിന് സമ്മതിക്കാത്ത പെൺകുട്ടികൾ, വിവാഹമോചനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് മാറിപ്പോകുന്ന നവവധൂവരന്മാർ, നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ വിവാഹമോചനം തേടി എനിക്കെൻ്റെ ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിയും, ഞാനിനി പുതിയ കോഴ്സ് ചെയ്യട്ടെ, ഞാനൊരു ജോലി കണ്ടെത്താം. ഞാൻ പറയുന്നത് ഇവിടെ ലിബറലുകൾ ഉണ്ടാക്കി വച്ച ചില ആഖ്യാനങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ആശയങ്ങൾ വ്യാപിക്കുന്നത്? എങ്ങനെയാണ് ഈ ആദർശങ്ങൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തുന്നത്? വായ തുറന്നാൽ പച്ചത്തെറി പറയുന്ന, തൊപ്പികളുടെ പിന്നാലെ പോകുന്ന 8, 9, 10 വയസ്സായ കുഞ്ഞുമക്കൾ എങ്ങനെയാണ് നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടായത്? മലപ്പുറം ജില്ലയിലെ 2 സ്ഥലങ്ങളിൽ ആ മനുഷ്യൻ കടന്നു വന്നു. അയാളെ സ്വീകരിക്കാൻ കൗമാരപ്രായക്കാരായ സ്കൂൾ വിദ്യാർത്ഥികളായ 100 കണക്കിന് ചെറുപ്പക്കാരാണ് ഒത്തുകൂടിയത്. എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾ തെറി പറയാൻ ലൈസൻസ് ഇല്ലാത്ത ആളാണ്, ഒരു മടിയുമില്ലാത്തയാളാണ്. പച്ചക്ക് അനാവശ്യങ്ങൾ, കേട്ടാലിറക്കുന്ന വാക്കുകൾ, മാന്യന്മാർക്ക് കേൾക്കാൻ കഴിയാത്ത പദപ്രയോഗങ്ങൾ വേദികെട്ടി മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്, അത് ഒരു പുതിയ സംസ്കാരമായി, ഒരു ഹീറോയിസമായി, അതൊരു വലിയ സംഭവമായി നമ്മുടെ കുട്ടികൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഏതിലൂടെയാണ് ഈ ആശയങ്ങൾ നമ്മുടെ വീടകങ്ങളിലേക്ക് കടന്നു വരുന്നത്? നേരത്തെ അവിടെ പരാമർശിക്കപ്പെട്ടു, സിനിമകൾ അതിലൂടെ കടന്നു വരുന്നു. ഏത് വീട്ടിലാണോ സിനിമകൾക്ക് തുറന്ന അവസരങ്ങൾ ഇട്ടുകൊടുക്കുന്നത്, അവിടെ കുട്ടികളെ വളരെ വേഗത്തിൽ ഇത് ബാധിക്കുന്നു. എവിടെയാണോ വെബ് സീരീസുകൾക്കും വ്ളോഗർമാർക്കും യൂട്യൂബ് ചാനലുകൾക്കും ഒരു ലൈസൻസും ഇല്ലാതെ, പീസ് റേഡിയോ ഉണ്ട്, ജമീൽ ആപ്പ് ഉണ്ട്, വിസ്ഡം ഗ്ലോബൽ TV ഉണ്ട്, ഡയലോഗ് TV ഉണ്ട്, ഈണം യൂട്യൂബ് ചാനലുണ്ട്, കുട്ടികൾക്ക് ആസ്വദിക്കാനും അറിവ് കണ്ടെത്താനും ആവശ്യമായ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ കാണുന്നത് എന്താണ്? കാർട്ടൂണുകളാണ് അവർ ഉള്ളത്, ഗെയിമിങ്ങളിലുമാണ് അവരുള്ളത്. അവർ ഏതൊക്കെയോ ട്രാവൽ വ്ളോഗർമാരുടെ യൂട്യൂബ് ചാനലുകളുടെ അഡിക്റ്റുകളാണ്. അവർ ഏതൊക്കെയോ ഭക്ഷണം പാകം ചെയ്യുന്ന വ്ളോഗർമാരുടെ യൂട്യൂബ് ചാനലുകൾക്ക്, സംവിധാനങ്ങൾക്ക്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് അഡിക്റ്റുകളാണ്. അവർ K-ഡ്രാമക്കും കൊറിയൻ വെബ് സീരീസുകൾക്കും അഡിക്റ്റുകളാണ്. നിങ്ങളുടെ കുട്ടികൾ കൊറിയൻ ഭാഷയിലെ അക്ഷരമാലകൾ അറിയാവുന്നവരായിരിക്കും. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കണം, അവർക്ക് അവരുടെ പേര് കൊറിയൻ ഭാഷയിൽ എഴുതാൻ അറിയാം. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? കുട്ടികൾ പരസ്പരം മത്സരിക്കുകയാണ്. ആ വെബ് സീരീസ് നീ എത്ര എപ്പിസോഡ് കണ്ടു? ആ തുർക്കി വെബ് സീരീസ് നീ എത്ര എപ്പിസോഡ് കണ്ടു? എൻ്റെ 25ആയി, എൻ്റെ 35ആയി, എൻ്റെ 40ആയി, നാളെ ഞാൻ നിന്നെ മറികടക്കും, എൻ്റേത് നാളെ 50 വെല്ലുവിളികളാണ്, മത്സരങ്ങളാണ്. പല പല വഴികളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് ഇത്തരം വൃത്തികേടുകൾ വ്യാപകമായി തിരികെ കയറ്റുന്ന, വിത്തിട്ട് മുളപ്പിക്കുന്ന അങ്ങേയറ്റം വേദനാജനകമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ലിബറലിസത്തിന്റെ ആളുകൾ, ഈ നവനാസ്തികരായിട്ടുള്ള ആളുകൾ, അവരുണ്ടാക്കി വെക്കുന്ന ചില ആഖ്യാനങ്ങൾ, അത് പുതുമയോടുകൂടി അവതരിപ്പിച്ച് അതൊരു വലിയ സംഭവമാണ്, എല്ലാവരും അനുകരിക്കേണ്ട, സ്വീകരിക്കേണ്ട തത്വമാണ് എന്നൊക്കെ വരുത്തി തീർത്ത് ആളുകൾ അതിലേക്ക് ആകർഷിക്കുകയാണ്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ പലപ്പോഴും പറയാറുള്ളത്, എനിക്ക് ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കണം, എനിക്ക് കൂച്ചുവിലങ്ങുകൾ ഉണ്ടാകാൻ പാടില്ല, എനിക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മതം എന്ന് പറയുന്നത് ഒരു നിയന്ത്രണമാണ്, നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ചങ്ങലക്കെട്ടുകളാണ്, അതിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ ലിബറലുകൾ പ്രചരിപ്പിക്കുന്ന ചില തത്വങ്ങളുണ്ട്, ചില സമീപനങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില ആഖ്യാനങ്ങളുണ്ട്, നരേഷനുകളുണ്ട്.
അതിനെയാണ് നമ്മൾ പൊളിച്ചെഴുതേണ്ടത്. ഇവിടുത്തെ എല്ലാ മദ്യഷോപ്പുകളും ഇല്ലാതാക്കിയാലും, മദ്യശാലകൾ ഇല്ലാതാകണം. ഇല്ലാതാക്കിയാലും ലഹരിയുടെ പുതിയ രൂപങ്ങൾ രൂപപ്പെട്ടു വരും. ഇവിടെ എത്ര ശക്തമായ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നാലും വൃത്തികേടിന്റെ പുതിയ രൂപമുണ്ടാകും. അഥവാ സിസ്റ്റം ശരിയാകണം, സിസ്റ്റത്തെ ശരിയാക്കണം എന്നതുപോലെ തന്നെ ജീവിതത്തോടുള്ള മനുഷ്യന്റെ സമീപനത്തെ, കാഴ്ചപ്പാടിന് ശരിയാക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ കാഴ്ചപ്പാടിന് ശരിയാക്കേണ്ട. നിങ്ങൾ നോക്കിൻ, ഇവിടെ പൊതുവിൽ പുതിയ ആളുകൾ പറയുന്ന ഒരു വാചകമാണ്, എന്താ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കാം. യു ഓൺലി ലിവ് വൺസ്. ജീവിതം ഒന്ന് മാത്രമാണുള്ളത്. ലോകത്തെ എല്ലാ തിന്മകളുടെയും താക്കോലാണിത്. ഒരു മദ്യപാനിയോട്, ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്നവനോട്, ഒരു ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവനോട്, ഒരു MDMA ഉപയോഗിക്കുന്നവനോട് ഇത് നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു പറഞ്ഞാൽ അവന്റെ മറുപടി എന്താ? ആയിക്കോട്ടെ, എന്നാലും അത് ആസ്വദിക്കാമല്ലോ. 30 കൊല്ലം, 40 കൊല്ലം, 60 കൊല്ലം ജീവിക്കേണ്ട നീ MDMA ഉപയോഗിച്ച 5 കൊല്ലം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നു പറഞ്ഞാൽ അവന്റെ തിരിച്ചുള്ള മറുപടി എന്താ? 5 കൊല്ലം മതി, 5 കൊല്ലം ഉള്ളത് അടിച്ചു പൊളിക്കാം, ഉള്ളത് ആസ്വദിക്കാം. ഞാൻ പറയുന്നത്, എത്ര ശക്തമായ ബോധവൽക്കരണങ്ങൾ നടത്തിയാലും, എത്ര ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നാലും, ഇവിടെ ലിബറലുകളും നാസ്തികരും ഈ സമൂഹത്തിലുണ്ടാക്കിയ മാരകമായ ഈ പരുക്കിനെ ചികിത്സിക്കാതെ ഈ സമൂഹത്തെ ശരിയാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ഒരു ടാഗ് ലൈനുമായി നമ്മളൊരു സമ്മേളനത്തിലേക്ക് പോയത്. നമ്മൾ കൈവെക്കുന്നത് നാസ്തികരും സ്വതന്ത്രവാദികളും ഈ യുവ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ നരേശനുകളെയാണ്, ഈ സമീപനങ്ങളെയാണ്. ജീവിതം ഒന്നല്ല, ജീവിതം രണ്ടുണ്ട്. ജീവിതം ഒന്നല്ല, ജീവിതം രണ്ടുണ്ട്. മരണാനന്തരം മനുഷ്യനൊരു ജീവിതം വരാനുണ്ട് എന്ന വസ്തുതയെ പഠിപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നത്, അയാൾ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇന്ന സാഅത ആതിയതുൻ ലാ റൈബ ഫീഹാ വ ഇന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. പരലോകം വരിക തന്നെ ചെയ്യും, പരലോകം വരിക തന്നെ ചെയ്യും. തീർച്ചയായും മരിച്ച മണ്ണോട് ചേർന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കപ്പെടും. കബറടക്കി കഴിഞ്ഞാൽ അതോടവസാനിക്കുന്നതല്ല ജീവിതം. ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ അതോടവസാനിക്കുന്നതല്ല ജീവിതം. ഖബറിൽ ബർസഖിയായ ജീവിതത്തിൽ മനുഷ്യന് രക്ഷയും ശിക്ഷയുമുണ്ട്. അതിനുശേഷം ഒരിക്കൽ കൂടി ഇസ്രാഫീലിനെ ജീവിപ്പിച്ച് കാഹളത്തിലൂതപ്പെടുമ്പോ ലോകത്തെ മുഴുവൻ മനുഷ്യരും ജീവിപ്പിക്കപ്പെടും. ഒരിക്കൽ കൂടി അവർക്ക് ജീവൻ നൽകപ്പെടും. വല്ലാഹുല്ലദീ അർസലർ റിയാഹ ഫതുസീറു സഹാബ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ കദാലികൻ നുശൂർ. അല്ലാഹുവാണ് കാറ്റുകളെ കൊണ്ട് മേഘങ്ങളെ ഇളക്കി വിട്ടവൻ. എന്നിട്ടതിനെ നിർജീവമായ വേനലിന്റെ ചൂടേറ്റ് തരിശായി കിടന്നിരുന്ന മണ്ണിലേക്ക് ആ മേഘങ്ങളെ നയിച്ചു കൊണ്ടുപോയി അവിടെ മഴയുണ്ടാകുന്നു. മനുഷ്യന്റെ കണ്ണുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത അനേകായിരം പുൽവിത്തുകളുണ്ട് അവിടെ. ആ വിത്തുകൾക്കുമേൽ അല്ലാഹുവിന്റെ മഴ വർഷിക്കുമ്പോ അത് പൊട്ടിമുളിച്ച് പച്ചപ്പ് നിറഞ്ഞ നല്ല തോട്ടങ്ങളും പുൽമേടുകളും ഉണ്ടാകുന്നു. ഇതുപോലെ ഇസ്രാഫീൽ ഒരിക്കൽ കൂടി കാഹളത്തിലൂതുമ്പോ മനുഷ്യ ശരീരത്തിൽ നശിക്കാതെ കിടക്കുന്ന അവന്റെ അജബുദ്ദനബിൽ നിന്ന് ഒരിക്കൽ കൂടി അല്ലാഹു മനുഷ്യനെ ജീവിപ്പിക്കും. മനുഷ്യന്റെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകളെ തെളിവാക്കി വെച്ചുകൊണ്ടാണ് പരലോകമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് സഹോദരികളെ, സഹോദരന്മാരെ, ഈ ഒരു ചിന്തയില്ലാത്തിടത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. പരലോകം ഹഖാണ്. അന്നൽ ജന്നത ഹഖുൻ വ അന്നൻ നാറ ഹഖ്. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. വ അന്നൽ ഹിസാബ ഹഖ്. വിചാരണ ഹഖാണ്, സത്യമാണ്. ജീവിതത്തിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും. യുവത്വത്തിന് കണക്ക് പറയേണ്ടി വരും. കൗമാരത്തിന് കണക്ക് പറയേണ്ടി വരും. അനുഗ്രഹങ്ങൾക്ക് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങൾക്കും അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്.
അതുകൊണ്ട് ഇതൊരു ദിവസമേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. ഇതടിച്ചു പൊളിക്കാമെന്ന് പറയുന്ന തെറ്റായ കാഴ്ചപ്പാട് മാറ്റുന്നതിലൂടെയാണ് ഈ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്ന മദ്യപാനത്തെ നമുക്കില്ലായ്മ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെ നമുക്കില്ലായ്മ ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കിൻ, എൻ്റെ നാട്ടിൽ പട്ടാമ്പിയിൽ നിന്നുള്ള കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു ഇരട്ട കൊലപാതകത്തിന്റെ സംഭവം. ഒരു മനുഷ്യൻ മുറിവേറ്റ് വഴിയരികിൽ കിടക്കുകയാണ്. അയാൾ ഒരു ബൈക്കിൽ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഈ മുറിവേറ്റ ആൾക്ക് തൻ്റെ ശരീരത്തിൽ എൻ്റെ മരണം സംഭവിക്കാൻ മാത്രം ആഴത്തിലുള്ള മുറിവുണ്ട് എന്നറിയില്ല. ഈ ബൈക്കിന് കൊണ്ടുപോകുന്ന ആൾക്കും അറിയില്ല. ആശുപത്രിയിലെത്തി ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു. അയാൾ മരിച്ചപ്പോൾ അയാൾ ഒരാളുടെ പേര് പറഞ്ഞു, എന്നെ കൊന്നത് ഇന്നയാളാണ്. ആ പേര് ഇയാളുടെ ആത്മസുഹൃത്താണ്. അയാളെ പോലീസ് പിടികൂടിയൊക്കെ പറഞ്ഞു, ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു, ഞാനല്ല കൊന്നത്, 3ാമത്തെ ആളാണ് കൊന്നത്. അങ്ങനെ ഈ തെളിവെടുപ്പൊക്കെയായി ബന്ധപ്പെട്ട് കൊലപാതകം നടന്ന സ്ഥലത്ത് പോലീസ് ഒരു പുഴയോരത്താണ് അവിടെ ചെന്നപ്പോൾ പുഴയിൽ നിന്ന് 2 കാലുകൾ ഇങ്ങനെ ഉയർന്നു വന്നു. അതെടുത്തപ്പോൾ നേരത്തെ പറഞ്ഞ 3ാമത്തെ ആളുടെ മൃതദേഹമാണ്. ഈ 2 പേരെയും ഇയാളാണ് കൊന്നത്. വർഷങ്ങളായി ആത്മബന്ധമാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. ഒരു നിമിഷത്തെ വാക്കുതർക്കം 2 സുഹൃത്തുക്കളുടെ കഴുത്തറുത്തു കളഞ്ഞു. അയാൾ ലഹരിയാണ് നയിച്ചത്. MDMAക്ക് അഡിക്റ്റ് ആയിരുന്നു ആ മനുഷ്യൻ. ചെറിയ വാക്കുതർക്കം കൊണ്ട് 2 തൻ്റെ ആത്മസുഹൃത്തുക്കളെ അറുകൊല ചെയ്യാൻ ഒരു മടിയും ഉണ്ടായില്ല. സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊന്നവർ, തൻ്റെ വല്ലിപ്പയെയും വല്യമ്മയെയും വെട്ടിക്കൊന്നവന്റെ കഥ മലപ്പുറം ജില്ലയിൽ നമ്മൾ വായിച്ചു. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, ലഹരി ഉണ്ടാക്കുന്ന ഭീകരമായ അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണുകയാണ്. മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാത്ത രൂപത്തിലേക്ക് ആളുകൾ മാറുകയാണ്. മാതാപിതാക്കൾ അവഗണിക്കപ്പെടുകയാണ്. ഇവിടുത്തെ കേരളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകൻ, അയാൾ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വെച്ചാണ് മരിച്ചത്, ഒരു വൃദ്ധസദനത്തിൽ വെച്ച്. ഇവിടെ നിങ്ങളുടെ ഈ പരിസരത്തൊക്കെ ഉള്ള ഒരാള് അതിനെ ന്യായീകരിച്ചു കൊണ്ടൊരു മുസ്ലിം പേരുള്ള ഒരു മുസ്ലിം സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് അതിനെ ന്യായീകരിച്ചു കൊണ്ട് ലേഖനങ്ങൾ വന്നു. ഇനി വൃദ്ധസദനങ്ങൾ, അതിനെ നമ്മൾ എതിർക്കേണ്ടതില്ല, അതിൻ്റെയൊക്കെ കാലമാണ്. അതൊക്കെ ഇവിടെ ആവശ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിൻ, ഒരു മകനെ വളർത്തുന്നത് എന്തിനാ? ഒരു മകളെ വളർത്തുന്നത് എന്തിനാ? നാളെ പരലോകത്തന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി മനസ്സുരുകി അല്ലാഹുവേ എൻ്റെ പിതാവിന് എൻ്റെ മാതാവിന് പുറത്തു കൊടുക്കണേ എന്ന് നെഞ്ചുരുകി റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ എനിക്ക് താങ്ങായി തണലായി എൻ്റെ കൂടെ ഉണ്ടാകണം. മരണാസന്നനായി രോഗശയ്യയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ എൻ്റെ കാതോട് ചേർന്ന് വന്നു നിന്നുകൊണ്ട് ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കൂ എന്ന് ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് മന്ത്രിച്ചു തരണം. മരുന്നെടുത്ത് തരുന്നതിൻ്റെ കൂടെ വേദന സംഹാരി കഴിച്ചാൽ മാറാത്ത അതിശക്തമായ വേദന കടിച്ചമർത്തി മെഡിസിൻ അതിന് തരുമ്പോൾ അതിൻ്റെ കൂടെ ആശ്വാസവാക്കുകൾ പറഞ്ഞു തരണം, ശരീരത്തിൽ തലോടിത്തരണം. ഇവിടെ ചില ആളുകൾ പറയണത് അതൊന്നും ഇനി ആവശ്യമില്ല, അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, നമ്മൾ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിൽ പോയി കിടക്കുക, വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വൃത്തികെട്ട ഒരു സമൂഹത്തെയാണ്, ഒരു സാഹചര്യത്തെയാണ് യാതൊരുവിധ കരുണയും ദാക്ഷിണ്യവുമില്ലാത്ത, ദയാദാക്ഷിണ്യമില്ലാത്ത ഒരു സമൂഹത്തെയാണ് ഇവർ വളർത്തിയെടുക്കുന്നത്. അപ്പൊ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ അത് എല്ലാ തിന്മകളുടെയും ഒരു താക്കോലാണ്. പിന്നെ പരലോകമില്ല എന്നതാണ് ഒരവസ്ഥയെങ്കിൽ ഇവിടെ ഇങ്ങനെയും ജീവിച്ചുകൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച പരലോകമുണ്ട് എന്ന ആ ഒരു കാഴ്ച വിശ്വാസത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതിലൂടെയാണ് ഈ തിന്മകളെ വിഭാടനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. പിന്നെ അവർ പറയുന്ന മറ്റൊരു തിയറി എന്താ? മൈ ബോഡി മൈ റൂൾസ് എന്നാണ്. മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ശരീരം എൻ്റെ നിയമം, ഇവിടെ എൻ്റെ നിയമമാണ്, എൻ്റെ ഇഷ്ടമാണ്. അഥവാ തന്നിഷ്ടം പിൻപറ്റി ജീവിക്കണം. ദേഹേച്ഛയെ പിൻപറ്റി തോന്നിവാസിയായി ഇവിടെ ജീവിക്കണം. അതാണ് ഇവരുടെ സ്വപ്നം. ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാ വൃത്തികേടുകളും എങ്ങനെ ഇവർക്ക് ചെയ്യാൻ തോന്നുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഇവരുടെ ഉള്ളിലെ കാഴ്ചപ്പാടിതാണ്.
ആ കാഴ്ചപ്പാടാണ് നിർവചിക്കപ്പെടേണ്ടത്, മാറ്റിയെഴുതേണ്ടത്. യുവതയ്ക്ക് പുതിയ നിർവചനം നൽകേണ്ടത്. ആ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിയാൽ നിയമമില്ലാതെ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഒരു സുരക്ഷിത സമൂഹം ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ ഇവിടെ ആവശ്യമാണ്. സ്കൂളിൽ എനിക്ക് എൻ്റെ നിയമമാണ്, എൻ്റെ ശരീരമാണ്, അവിടെ ഇവിടെ എൻ്റെ നിയമമാണ്, ആരും എന്നെ ഭരിക്കാൻ വരണ്ട, അല്ലേ? മതത്തോട് വിമുഖത തോന്നുന്നത് ഈ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. മതനിയമങ്ങൾ ഒരു ഭാരമാണ് എന്ന് ചിന്തിക്കുന്നത് മൈ ബോഡി മൈ റൂൾസ് എന്ന സമീപനമാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സുകളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് മൈ ബോഡി മൈ ചോയ്സ് എന്ന ആഖ്യാനമാണ്, നരേറ്റീവാണ് നമ്മുടെ യുവതലമുറയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ധാർമ്മിക മൂല്യങ്ങളോട്, സാമൂഹിക മൂല്യങ്ങളോട് വെറുപ്പും വിദ്വേഷവും തോന്നുന്നത്, ഇതൊന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നത്. എനിക്ക് ചിത്രശലഭങ്ങളെ പോലെ പാറിപ്പറക്കണമെന്ന് ആവർത്തിച്ച് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമമില്ലാണ്ട് ഒരു സുരക്ഷിത സമൂഹം ഉണ്ടാവുമോ? ഒരു നിയമം ഉണ്ടാകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം ഉയരുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഭരണഘടന ഏത് എന്ന ചർച്ച നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട്. ഏറ്റവും നല്ല ജുഡീഷ്യറി ഏത് എന്ന ചർച്ച നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട്, അല്ലേ? ഏറ്റവും നല്ല അച്ചടക്കമുള്ള സ്കൂൾ ഏത് നമ്മൾ ചിന്തിക്കാറുണ്ട്. മൈ ബോഡി മൈ റൂൾസ് ആണ് എൻ്റെ അടുത്തോണ്ട് നാളെ മുതൽ ഞാൻ യൂണിഫോം ഇട്ട് വരൂല. ഒരു കുട്ടി പറയോ നാളെ 10 മണിക്ക് സ്കൂളിൽ വരുന്ന എൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സമാണ്, അതുകൊണ്ട് ഞാൻ 10 മണിക്ക് സ്കൂളിൽ എത്തൂല? ഒരു അധ്യാപകൻ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അനുവദിക്കുമോ? നിങ്ങൾ നടത്തുന്ന കച്ചവട സ്ഥാപനം, നിങ്ങൾ നടത്തുന്ന ഒരു ഓഫീസ്, അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയാണ് ഇവിടെ എൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുമ്പോഴേ വരൂ. നമ്മൾ അനുവദിക്കുമോ? അല്ലേ? ട്രാഫിക് നിയമങ്ങൾ ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഡ്രൈവർ ഇതിലൂടെ വണ്ടി ഓടിച്ചാൽ അത് സമ്മതിക്കാൻ അനുവദിച്ചു കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത്? എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം നിയമങ്ങൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിനാണ്. ഇവിടെ അങ്ങാടിയിൽ അനേകം സ്ഥാപനങ്ങളുണ്ട്. എല്ലായിടത്തും കച്ചവട സ്ഥാപനങ്ങളിൽ ഒരു വേയിങ് മെഷീൻ വെക്കണമെങ്കിൽ അവിടെ ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ ചില നിയമങ്ങളുണ്ട്, അത് പാലിക്കണ്ടേ? അങ്ങനെ ഒരു സംവിധാനമില്ലെങ്കിലോ പലപ്പോഴും ആളുകൾ കബളിപ്പിക്കപ്പെടും, വഞ്ചിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇസ്ലാമിക നിയമങ്ങളും അങ്ങനെയാണ്. ഇസ്ലാമിലെ ഓരോ നിയമവും ഉണ്ടാക്കിയത് മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാക്കിയത് വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കാതിരിക്കാനാണെങ്കിൽ ഒരു സുരക്ഷിതമായ സമൂഹം ഉണ്ടാകാനാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്നത്. ഖത്ലുൻ നഫ്സ്, മനുഷ്യവധം എന്നുള്ളത് ഇസ്ലാം ഹറാമാക്കി. എന്തിനു വേണ്ടിയാ? മനുഷ്യന്റെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. മനുഷ്യന്റെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്തിനു വേണ്ടിയാ? നിങ്ങൾ അന്യായമായ മുതൽ സമ്പാദിക്കാൻ പാടില്ല, മോഷണം പാടില്ല. അസ്സാരിഖു വസ്സാരിഖതു ഫഖതഹു ഐദിയഹുമാ, മോഷ്ടാവിന്റെ മോഷണം നടത്തിയ സ്ത്രീയുടെ കൈ മുറിക്കണമെന്ന് ഇസ്ലാം നിയമം കൊണ്ടുവന്നു. എന്തിനാ? നമ്മുടെയൊക്കെ സമ്പത്ത് സുരക്ഷിതമാകാനാ. സമ്പത്ത് സുരക്ഷിതമാകാനാ. നോക്കിൻ, ഒരു മകൻ വാപ്പാനെ കൊന്നാൽ വാപ്പാന്റെ സ്വത്തിലെ കൊലപാതകിയായ മകൻ അവകാശമില്ല എന്ന ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം. കൊലപാതകിക്ക് കൊല്ലപ്പെട്ടവന്റെ സമ്പത്തിൽ അവകാശമില്ല. എന്തിനാ ഇസ്ലാം അങ്ങനെ ഒരു നിയമം വെച്ചത്? എന്തിനാണ് ഇസ്ലാം? അവിടെ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് താൻ അനന്തരമെടുക്കപ്പെടുന്ന ആളെ വധിക്കാതിരിക്കാൻ. അബദ്ധത്തിൽ കൊന്നാൽ പോലും, അബദ്ധത്തിൽ കൊലപാതകം സംഭവിച്ചാൽ പോലും സമ്പത്ത് അനന്തര സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്നാ പണ്ഡിതന്മാർ പറയാം. ബോധപൂർവം ഒരു കൊലപാതകത്തിലേക്ക് പോകാതിരിക്കുക. എത്ര സുന്ദരമാണ് ഇസ്ലാമിലെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഭർത്താവ് മരിച്ചാൽ, തൊലാക്ക് ചൊല്ലപ്പെട്ടാൽ ഒരു സ്ത്രീ എന്തിനാ ഇരിക്കുന്നത്? അടുത്ത ദിവസം തന്നെ വിവാഹത്തിലേക്ക് പോയിക്കൂടെ? ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്താ കാരണം? ഈ കുട്ടി ജനിച്ചു വളർന്ന് വലുതാകുമ്പോൾ തൻ്റെ പിതാവാര് എന്ന ഒരു സംശയം അവൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അല്ലേ? ലോകത്ത് ദത്തെടുക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായ രാജ്യങ്ങളുണ്ട്.
അവിടെയൊക്കെ പറയപ്പെടാറുണ്ട്, ദത്തെടുക്കപ്പെടുന്ന കുട്ടികൾ ഒരു സമയം കഴിഞ്ഞ് അവർ ഭയങ്കര മാനസിക സംഘർഷത്തിലേക്ക് പോകുന്നതാണ്. എങ്ങനെയെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞ് അവരറിയും, ഞാൻ ദത്തെടുക്കപ്പെട്ട ഒരു മകനാണ്, മകളാണ്. പിന്നെ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചോദ്യം, എൻ്റെ യഥാർത്ഥ പിതാവാര്, എൻ്റെ യഥാർത്ഥ മാതാവാര് എന്ന ഒരു ചോദ്യം അവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നാണ്. അത് വല്ലാത്തൊരവസ്ഥയാണ്. മനുഷ്യന്റെ അഭിമാനവും മനുഷ്യന്റെ വംശവും നെസ്ലും സംരക്ഷിക്കപ്പെടണമെന്ന ഒരു അടിസ്ഥാന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇസ്ലാം ഇദ്ദ നടപ്പിലാക്കിയത്. ഞാൻ പറയുന്നത്, നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ മേൽ, മതനിയമങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വരിഞ്ഞു മുറുക്കാനുള്ള ചങ്ങലക്കെട്ടുകളല്ല, അവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഭാരമല്ല. മറിച്ച് ആ നിയമങ്ങളില്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകും, ദുർബലൻ ആക്രമിക്കപ്പെടും. ഇവിടെ അടിമത്ത സംവിധാനം ഉണ്ടായിരുന്നു. ആഫ്രിക്കയിലെ പാവപ്പെട്ട അടിമകളെ ഇവിടെ ഇങ്ങോട്ട് പോർച്ചുഗീസുകാരൊക്കെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ യാത്രക്കിടയിൽ ആഫ്രിക്കൻ കറുത്ത വർഗക്കാരെ പിടിച്ച് അവരെ മാമോദിസ മുക്കി അവരെ അടിമകളാക്കി കൊണ്ടുപോകുമായിരുന്നു. നിയമങ്ങളില്ലെങ്കിൽ എന്തും സംഭവിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ തോന്നിവാസിയായി ജീവിക്കാൻ, ദേഹേച്ഛയെ പിൻപറ്റി ജീവിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഇത് വേണ്ടെന്ന് പറയുന്നത്. നേരത്തെ അവിടെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ളവന്റെ കൂടെ കിടക്കണം, ഇഷ്ടമുള്ളതുപോലെ ചെയ്യണം, തിന്നും കുടിച്ചും രമിച്ചും മതിച്ചുമുള്ള തോന്നിയതുപോലെയുള്ള ഒരു ജീവിതം, ആ ജീവിതം ഉണ്ടാക്കുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല, അത് ചെറുതല്ല. ഞാൻ അതിലേക്ക് വരാം. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെയാണ് ആളുകളുടെ മറ്റൊരു വാദമാണ് പലപ്പോഴും, എന്താണ്, മതം ഭാരമാണ്, മതൊരു ഭാരമാണ്, മതമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. മതമാണോ പ്രശ്നം? മതമാണോ പ്രശ്നം? സുഹൃത്തുക്കളെ, ലോകത്ത് നടന്ന ഏറ്റവും വലിയ നവോത്ഥാനം ഏതാണ്? ലോകത്ത് നടന്ന ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവം ഏതാണ്? ലോകത്ത് നടന്ന ഏറ്റവും വലിയ സാമൂഹിക പരിവർത്തനം അധമത്വത്തിൽ നിന്ന്, അധാർമികതയിൽ നിന്ന്, മൂല്യച്യുതിയിൽ നിന്ന് ഉത്തമവും ഉദാത്തവുമായ മാതൃകായോഗ്യമായ ഒരു സമൂഹം ഉണ്ടായത് എവിടെയാണ്? അത് അറബ് ജനതയിലാണ്, അത് അറേബ്യൻ സമൂഹത്തിലാണ്. 1400 കൊല്ലം എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിന് കയ്യെത്താ ദൂരത്തുള്ള സ്ഥലമല്ല, കാലമല്ല. പ്രവാചകന്റെ ഹിസ്റ്റോറിസിറ്റി, പ്രവാചകന്റെ ചരിത്രപരത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരാളും, നിഷ്പക്ഷനായ ഒരു ചരിത്രകാരനും ചോദ്യം ചെയ്യാത്ത സംഗതിയാണ്. മുഹമ്മദ് ഇവിടെ ജീവിച്ചിട്ടുണ്ട്. കാരണം 1400 കൊല്ലം എന്നാൽ ചരിത്രത്തിന്റെ വെളിച്ചത്തിനകത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രവാചകൻ അവിടെ ജീവിച്ചു. അവിടുത്തെ അറബ് സമൂഹത്തിലെ അവർ വിശദീകരിക്കാറുള്ളത്, അവർ ഒരു ഭരണകൂടമില്ലാത്തവരായിരുന്നു, അവർക്കൊരു ഭരണഘടനയില്ലാത്തവരായിരുന്നു. അവർ ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം വർഷങ്ങളോളം തമ്മിലടിച്ചിരുന്നു. എല്ലാവിധ വൃത്തികേടുകളും, അവർ ലഹരിയുടെ അടിമകളായിരുന്നു. അവിടെ മദിരാക്ഷി, വ്യഭിചാരം വ്യാപകമായിരുന്നു. വാപ്പാന്റെ ഭാര്യയെ മാതൃസ്ഥാനത്ത് കാണേണ്ടവളെ വാപ്പ മരിച്ചാലുള്ള അനന്തര സ്വത്തായി കണ്ടിരുന്നു. ആർത്തവകാരിയായ പെണ്ണിനെ വീട്ടിൽ നിന്ന് പുറത്ത് വേറെ കുടിലുകെട്ടി താമസിപ്പിച്ചിരുന്നു. എത്ര വൃത്തികെട്ട സമൂഹം സഹോദരങ്ങളെ! കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുക എന്നത് മാത്രം ഉപജീവനമാക്കിയ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അവരാണ് മാറിയത്, അവരെയാണ് പ്രവാചകൻ മാറ്റിയത്, അവർക്കാണ് മാറ്റമുണ്ടായത്. ഞാൻ പറയുന്നത്, യഥാർത്ഥ മാറ്റം എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ ഒരു മാതൃക, ഒരു മനോഹരമായ മാതൃക ഇവിടെ ഉണ്ട്, നമ്മുടെ കൺമുന്നിലുണ്ട്. ചരിത്രത്തിന്റെ പച്ചയായ വെളിച്ചത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആ സമൂഹത്തെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചെടുത്തു. ഉത്തമമായ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നാണ് ഖുർആൻ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്. ആദിമ തലമുറകളെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു ജനത. എങ്ങനെ അവരെ മാറ്റിയെടുത്തത്? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാചകമുണ്ട്. പ്രവാചകൻ ആദ്യം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരിക്കലും ഞങ്ങളത് സമ്മതിക്കുമായിരുന്നില്ല. പക്ഷെ ആദ്യം പ്രവാചകൻ
ഞങ്ങളെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശുദ്ധമായ കലിമത്തു തൗഹീദ്, സ്വച്ഛമായ തൗഹീദാണ് ഒരു ശരിയായ പരിവർത്തനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. സാമൂഹിക മാറ്റത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്, തൗഹീദാണ്. ആ തൗഹീദിലൂടെയാണ് ആ സമൂഹത്തെ പ്രവാചകൻ മാറ്റിയെടുത്തത്. വിശുദ്ധ ഖുർആനിന്റെ മക്കിയായ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പൂർണ്ണമായും കൂടുതലും ഖുൽ ഇന്നമാ യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എന്താണ്? നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു, ഏകനായ ആരാധ്യനാണ്. അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്കാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യകാല ആയത്തുകളിലെല്ലാം ക്ഷണമുണ്ടായിരുന്നത്. പരലോകം പഠിപ്പിച്ചോ, തൗഹീദ് പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കിയായ ജീവിതം എടുത്തു നോക്കിൻ. പ്രവാചകന്റെ മുന്നിൽ എന്തെല്ലാം ഓഫറുകളാണ് നൽകിയത്. പ്രവാചകന്റെ പ്രബോധനത്തെ തടസ്സപ്പെടുത്താൻ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് പ്രവാചകർ നൽകിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വാഗ്ദാനങ്ങൾക്ക് നൽകാൻ അല്ലാഹു പറഞ്ഞ മറുപടി എന്താ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഏ അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. തൗഹീദിൽ മായം ചേർത്തുകൊണ്ടുള്ള, അല്ലാഹുവിന്റെ കലിമത്തു തൗഹീദിൽ മായം ചേർത്തുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. വഖാല ചന്തയിലൂടെ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു സ്വഹാബി വിശദീകരിക്കാണ്. ചുവന്ന വസ്ത്രം ധരിച്ച് ഒരാൾ ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് ആളുകളോട് പറയുകയാണ്, ഖുൽ ലാ ഇലാഹ ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫതുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിൻ, നിങ്ങൾക്ക് വിജയം വരിക്കാം. അപ്പൊ ആ മനുഷ്യന്റെ പിറകെ വേറൊരാൾ നടക്കുന്നുണ്ട്. അയാളെ മണൽ വാരി ഇങ്ങനെ എറിയുന്നു. എന്നിട്ട് പറയാണ്, ലാ തുസദ്ദിഖൂ ഹാദാ സായിബ്, ഈ പുത്തൻവാദിയെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ചുവന്ന വസ്ത്രം ധരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിൻ, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറഞ്ഞിരുന്ന ആ മനുഷ്യൻ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ പിറകെ നടന്ന് മണൽ വാരി എറിഞ്ഞ് ഇയാളിൽ നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് പറഞ്ഞിരുന്നത് പ്രവാചകന്റെ പിതൃ സഹോദരനായിരുന്ന അബൂലഹബുമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി എന്നൊരു സഹാബി വിശദീകരിക്കുന്നത് കാണാം. വഖാല ചന്തയിലൂടെ പ്രവാചകൻ നടന്ന് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഹജ്ജിന് വന്ന ഹാജിമാർക്കിടയിലൂടെ മിനായിലൂടെ നടന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടു. ത്വായിഫിലേക്ക് പോയി പ്രവാചകൻ അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അർക്കമിന്റെ മലമുകളിലെ ആ കുന്നിൻ പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രാസംഗികൻ, കഅബയുടെ ഓരത്ത് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ മാശറ ഖുറൈശ്, ഏ ഖുറൈശികളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിൻ. അത് മക്കയിൽ വന്ന് താമസിച്ച് പ്രവാചകനെ പഠിച്ച് പ്രവാചകന്റെ പ്രവാചകത്വം ബോധ്യപ്പെട്ട് കഅബയുടെ ഓരത്ത് വന്ന് നിന്ന് ഗിഫാർ ഗോത്രക്കാരനായ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മക്കക്കാരെ വിളിച്ച് ഉറക്കെ പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിനെന്ന്. ഞാൻ പറയുന്നത് 13 കൊല്ലക്കാലം തൗഹീദ് പഠിപ്പിച്ച് ആ തൗഹീദിന്റെ അടിത്തറയിലുണ്ടായ ഒരു സമൂഹമുണ്ട്. പ്രവാചകന്റെ ഖുത്ബത്തുൽ വിദായിൽ, പ്രവാചകന്റെ അറഫ സംഗമത്തിൽ 100,000-ഓളം സ്വഹാബിമാർ സാക്ഷികളായിരുന്നു എന്നാണ് ആലങ്കാരികമായി പറയാറുള്ളത്. അത്രയധികം സ്വഹാബത്ത്, കറകളഞ്ഞ നിഷ്കളങ്കരായ ഉത്തമ സമൂഹം, സ്വകാര്യതയിൽ പോലും തിന്മ ചെയ്യാൻ മടി കാണിച്ചിരുന്ന ജീവിതത്തിന്റെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണത്? സരീറത്തുഹു ഖൈറും മിൻ അലാനിയതിഹി. ഉമറിന്റെ സ്വകാര്യത പരസ്യ ജീവിതത്തെക്കാൾ ഉത്തമമാണ്. ജീവിതത്തിന്റെ സ്വകാര്യതയിൽ വിശുദ്ധി പ്രാപിച്ച, വിശുദ്ധി നിലനിർത്തിയിരുന്ന ഒരു ഉത്തമ സമൂഹത്തെ പ്രവാചകൻ ഉണ്ടാക്കിയെടുത്തത് ശുദ്ധമായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദിന്റെ അടിത്തറയിലാണ്. ഞാൻ പറയുന്നത്, മതം ഭാരമാണെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് അകന്നു പോകാൻ പരിശ്രമിക്കുന്നവർ, അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കുന്നവർ കൊണ്ടുപോകുന്നത് ആ ജാഹിലിയത്തിലെ അറബികളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മാരകമായ വലിയ പ്രത്യാഘാതങ്ങളുള്ള അധമത്വത്തിലേക്കാണ്.
ഇവർ പറയുന്നത് എന്താണ്? ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ നിർമ്മിതിയാണെന്നാണ്. ഒരു മനുഷ്യൻ പിറന്നു വീഴുമ്പോൾ അയാളുടെ ലിംഗം നോക്കിയല്ല ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കേണ്ടത്. എന്തിനു വേണ്ടിയാ? നേരത്തെ പറഞ്ഞ ഈ ലൈംഗിക അരാജകത്വം ഇവിടെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, ഇവിടെ ഈ ലൈംഗിക അരാജകത്വം ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. അതിന്റെ പ്രതിസന്ധികളെ ലോക മനുഷ്യ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു, സിഫിലിസ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഗൊണേറിയ പോലെയുള്ള ലൈംഗിക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആരിലാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക രോഗമുള്ളത്? ഇവിടെ സിനിമകളിലൂടെ, പാഠ്യപദ്ധതികളിലൂടെ, നാടകങ്ങളിലൂടെ, സാഹിത്യങ്ങളിലൂടെ, അല്ലേ, വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയ പ്രപ്പഗണ്ഡകളിലൂടെ നിരന്തരമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക അരാജകത്വം ആരിലാണോ അവരിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ലൈംഗിക രോഗങ്ങളുള്ളത്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത് പുരുഷ സ്വവർഗാനുരാഗികളിലാണ്, ഹോമോസെക്സ്വലുകളിലാണ്. നിങ്ങൾ നോക്കിൻ ഇവിടെ കോവിഡ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ മറ്റൊരു മഹാമാരിയെ സംബന്ധിച്ച് മനുഷ്യൻ ഭയപ്പെട്ടത് കുരങ്ങുപനിയായിരുന്നു. മങ്കി പോക്സ് ഇങ്ങനെ വ്യാപിച്ചു തുടങ്ങിയപ്പോൾ വേൾഡ് ഹെൽത്തോ ലോകാരോഗ്യ സംഘടന നിരന്തരമായി ആളുകൾക്ക് നൽകിയ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതെന്നറിയോ? കുരങ്ങുപനി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പുരുഷ സ്വവർഗാനുരാഗികളിലാണ്, അവര് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടെന്ന് പഠിപ്പിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല വഖതുലു അൽ ആമില വൽ മഅമൂല ബിഹി, ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊല ചെയ്യുക എന്നതാണ് അവർക്കുള്ള ശിക്ഷ എന്ന് പഠിപ്പിച്ച ഗൗരവകരമായ തിന്മ വ്യാപിക്കുമ്പോൾ അതിന്റെ അനന്തരഫലം മനുഷ്യങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയിലെ മാത്രം പ്രശ്നമല്ല, ഇത് യൂറോപ്പിലെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മുടെ നാടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ജൂലൈ 17 കേരളത്തിലെ 2 പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളിൽ വന്ന ഒരു വാർത്തയുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. എവിടെ? നമ്മുടെ കേരളത്തിൽ. നമ്മൾ സ്വതന്ത്രവാദത്തെ പറയുമ്പോ, നമ്മൾ ലിബറലിസത്തെ പറയുമ്പോ ന്യൂസിലാൻഡിനെയും കാനഡയെയും ഫ്രാൻസിനെയും ഫിൻലാൻഡിനെയും അമേരിക്കയെയും ഒന്നല്ല, ഇവിടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മുക്കിനു താഴെ അതിൽ അവർ പറയുന്ന മറ്റൊരു വാചകമുണ്ട് അതിനെ കൂടെ. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് കേരളത്തിലുള്ളത് അത് പുരുഷ സ്വവർഗാനുരാഗികളിലാണ്, ഗേ സമൂഹത്തിലാണ്. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, ലൂത്ത് നബിയുടെ ചരിത്രമുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ നശിപ്പിക്കപ്പെട്ടു. ഒരു ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു തിന്മയായി ഇസ്ലാം അതിനെ പഠിപ്പിച്ചു. ആ തിന്മ വ്യാപിക്കുമ്പോ അതിന്റെ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പുരോഗമനം എന്ന വർണ്ണക്കടലാസിൽ കൊണ്ടുവരുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എല്ലാറ്റിനേക്കാളും പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ചില ആളുകൾ ചില ആശയങ്ങൾ കൊണ്ടുവരുമ്പോ, ചില വൃത്തികേടുകൾ കൊണ്ടുവരുമ്പോ നമ്മളതിനെ കരുതലോടെ ഇരിക്കേണ്ടതുണ്ട്. നമ്മളതിൽ വഞ്ചിതരായി പോകാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇത് മനുഷ്യകുലത്തിന് മഹാനാശമാണ്, മഹാനാശത്തിലേക്കാണ് മനുഷ്യകുലത്തെ കൊണ്ടെത്തിക്കുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇതിനെതിരായ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മളെല്ലാവരും സജീവമായി രംഗത്തുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഇവിടെ ജനകീയ വിചാരണ ഇന്ന് നടക്കുന്നു. ഇതിനു സമാനമായി ഓരോ ജില്ലകളിലും ജനകീയ വിചാരണകളുണ്ട്, ടോക്ക് ഷോകളുണ്ട്, ടേബിൾ ടോക്കുകളുണ്ട്, തസ്ഫിയകളുണ്ട്, പലതരത്തിലുള്ള പ്രബോധന പരിപാടികൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം പ്രബോധന പ്രവർത്തനങ്ങളുടെ മർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം, ഇവിടെ തൗഹീദിന്റെ അടിത്തറയിലുള്ള ഒരു പരിവർത്തനമാണ് ആവശ്യം. ഈ സ്വതന്ത്രവാദികളായ ആളുകൾ ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് മഹാദുരന്തത്തിലാക്കായിരിക്കുമെന്ന ശക്തമായ ബോധവൽക്കരണമാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു സമാപനമാണ്, അല്ലെങ്കിൽ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഫെബ്രുവരി 10, 11 തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന നമ്മുടെ കേരള
യൂത്ത് കോൺഫറൻസ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. പരമാവധി യുവതി യുവാക്കളെ ആ യൂത്ത് കോൺഫറൻസിലേക്ക് നമ്മൾ ക്ഷണിക്കണം. ഇവിടെ അതിശക്തമായി നിരന്തരമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം വൃത്തികെട്ട സംസ്കാരങ്ങൾക്കെതിരെ, പ്രപ്പഗണ്ഡകൾക്കെതിരെ ശക്തമായ ഒരു മുന്നേറ്റം ആവശ്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.